തൻ്റെ പഠിപ്പാണെല്ലാം എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ യോഗ്യത, ഞാൻ ഡിഗ്രിക്ക് മുകളിൽ ഡിഗ്രി എടുത്തു, ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചത് കൊണ്ട്, ഇങ്ങനെ പഠിച്ച് കഷ്ടപ്പെട്ട് ഇതാക്കി നേടിയെടുത്തത് കൊണ്ടാണ് ഞാൻ കുടുംബത്തെ നോക്കുന്നു, മക്കളെ നോക്കുന്നു, ഭാര്യ നോക്കുന്നു, വണ്ടി എടുക്കുന്നു. അതൊക്കെ എൻ്റെ കഴിവാണ്. എൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എൻ്റെ മാത്രം കഴിവാണ്. ഞാൻ ഭയങ്കര ആയതുകൊണ്ട്, എൻ്റെ ഭയങ്കര ബ്രെയിൻ ആയതുകൊണ്ടാണെന്നൊക്കെ ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല മറിച്ച് നിന്നേക്കാൾ ബ്രെയിനുള്ള ആളുകൾ, നിന്നേക്കാൾ പഠിച്ച ആളുകൾ, നിന്നേക്കാൾ വിദ്യാഭ്യാസം, ബുദ്ധിയും അറിവും വിവേകവും കഴിവുമുള്ള ആളുകൾ, എത്രയോ ആളുകൾ വീട്ടിൽ ജോലിയില്ലാതെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കുന്ന പാഠം എന്താണ്? ഇത് മനസ്സിലാക്കി തരുന്ന പാഠം, ഇതൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അത് എത്ര പഠിച്ച ആളുകളും ആയാൽ പോലും ആ പഠിപ്പ് കൊണ്ട് പെരുമ നടിക്കാൻ, ഭയങ്കര അഹങ്കാരം നടിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അസ്സലാമു അലൈക്കും. ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകാറുണ്ട്, എന്താണ് ഇവർക്ക് ഇത്ര അഹങ്കാരം, എന്ത് കണ്ടിട്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നതെന്ന്. ഈ ലോകത്തുനിന്ന് മരിച്ചു പിരിയേണ്ട മനുഷ്യൻ. അതേപോലെ എന്തുകൊണ്ട് ഒരു മനുഷ്യൻ അഹങ്കാരം കാണിച്ചാൽ നമ്മളെ കൺമുമ്പിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പലരുടെയും അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. എന്തും നിങ്ങളുടെ സമ്പത്താകാം. സമ്പത്ത് കൊണ്ട് ഒരാൾ അഹങ്കാരം പെരുമ നടിക്കുകയാണ്. ഞാൻ വലിയ സമ്പന്നനാണ്, ഞാൻ വലിയ ആളാണ് എന്ന രീതിയിൽ കാണിച്ചാൽ, അങ്ങനെ നടന്നാൽ പിന്നീട് ഒരുപാട് കാലം ക്രമേണ നമ്മൾ കണ്ണുകൊണ്ട് അവനൊരു സമ്പത്തില്ലാത്ത അവസ്ഥയിലേക്ക് അവനെത്തുന്നു. അവൻ്റെ ആരോഗ്യം, ചില ആളുകൾ ആരോഗ്യം കൊണ്ടാണ് കളിക്കുന്നത്. ചില ആളുകൾ ആരോഗ്യം ജിമ്മിനൊക്കെ പോകുന്നു. ചില ആളുകളെ കണ്ടാൽ അവർ തോന്നും, അവർ ചില ആളുകളുടെ സംസാരം കേട്ടാവുന്നു അവരൊരിക്കലും മരിക്കില്ല, അല്ലെങ്കിൽ അവർക്കൊരു അസുഖം ബാധിക്കില്ല എന്ന്. എന്നാൽ നമ്മൾക്കറിയാം, പലപ്പോഴും ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾ മരിക്കുമ്പോൾ വലിയ ചർച്ചാ വിഷയമാകാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചില ആളുകളെങ്കിലും പല ആളുകളും തെറ്റിദ്ധരിക്കുന്നത് ഭയങ്കരമായി ബോഡി കൺട്രോൾ ചെയ്യുന്ന ആളുകൾ, ഭയങ്കരമായി ഹെൽത്തിയായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഒരുപാട് കാലം ജീവിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഡോക്ടർ മരിച്ചപ്പോൾ പലരുടെയും കമൻറ്റ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന രീതിയിലായിരുന്നു അവരുടെ കമൻറ്റുകൾ. എന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നില്ല? മനുഷ്യനാണ്. ഞാൻ എത്ര ശാസ്ത്രീയമായി പഠിച്ച വ്യക്തിയാണെങ്കിലും, തൻ്റെ ആരോഗ്യം എത്ര കണ്ട് സംരക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നമുക്കറിയാം ഒരു പ്രശസ്തനായ വ്യക്തി, അദ്ദേഹം ഡോക്ടർമാരെ കൊണ്ട് മണിക്കൂറുകൾ 2-3 മണിക്കൂർ കൂടുമ്പോൾ മൊത്തം ചെക്കപ്പ് ചെയ്യുമായിരുന്നു. പക്ഷേ എത്ര വർഷം ജീവിച്ചു? എത്ര പെട്ടെന്നാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്? സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കുന്ന അത്ര പോലും ജീവിച്ചില്ല. അപ്പോൾ ഞാൻ ആരോഗ്യവാനാണ്, ഭയങ്കര ആരോഗ്യവാനാണെന്ന് വിചാരിക്കുന്ന ആളുകൾ, അവൻ്റെ ആരോഗ്യം കൊണ്ട് അഹങ്കാരം നടിക്കുന്ന ആളുകൾ, പെരുമ നടിക്കുന്ന ആളുകൾ, ആ വലിയ മസിൽസുകൾ അല്ലെങ്കിൽ അവൻ്റെ ആരോഗ്യം അത് ക്ഷയിച്ചു പോകും. ഇപ്പോൾ പലപ്പോഴും ജാക്കി ചാനെ പോലുള്ള ആളുകളുടെ വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. അദ്ദേഹത്തിന് ഒരു സ്പാൻഡർ വരെ ഇങ്ങനെ പിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ശരീരത്തിൻ്റെ. അത് മനുഷ്യൻ്റെ പ്രകൃതി അങ്ങനെയാണ്, നമ്മൾ കുറ്റം പറയുകയല്ല, മറിച്ച് ഒരു മനുഷ്യൻ അങ്ങനെയാണ്. അവൻ എല്ലാ കാലത്തും അങ്ങനെ ഒരുപോലെ ആരോഗ്യം ഉണ്ടാവില്ല, സമ്പത്തുണ്ടാവില്ല. ചില ആളുകൾ സൗന്ദര്യം കൊണ്ട് ഇതാകും, സൗന്ദര്യം കൊണ്ട് പിന്നെ വൈദ്യുതി പോകും. ചില ആളുകൾ സൗന്ദര്യം കൊണ്ട് പെരുമ നടിക്കും, അഹങ്കാരം നടിക്കും, ഭയങ്കര സൗന്ദര്യമാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, വെയിലൊന്നും കൊള്ളാതെ ഇങ്ങനെ നടക്കും, കുറച്ച് കാണിക്കും. നമുക്ക് കാണാം തട്ടൊക്കെ ഇട്ട് മുഖത്തൊക്കെ ചുറ്റിയിട്ട് നടക്കുന്നതായിട്ട് ആൺകുട്ടികൾ പോലും. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞാൽ എവിടെ ആ സൗന്ദര്യം? അത് നഷ്ടപ്പെട്ടു പോകും. അതേപോലെ ചില ആളുകൾ തൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ ഒക്കെ ഭയങ്കര പെരുമ നടിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരിക്കലും അത് നിലനിൽക്കില്ല, ആ ഒരു പെരുമ നടിക്കൽ. ഒന്നിക്ക് ആ ഭാര്യയുടെ സൗന്ദര്യം നശിച്ചു പോകും, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോകാം. ചില ആളുകൾ കുട്ടികളെ കൊണ്ട്, ചില ആളുകൾ പറയാറുണ്ട്, നമുക്ക് പെൺകുട്ടികളെ കിട്ടുന്നത് സാധാരണ ദൈവം നൽകുന്നത് പെൺകുട്ടികളെ നോക്കാൻ വേണ്ടി കെൽപ്പുള്ള ആളുകൾ, കഴിവുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ ലോല മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ സ്ത്രീകൾ പെൺകുട്ടികളെ ലഭിക്കുകയുള്ളൂ എന്നുള്ള കമൻറ്റുകൾ നമ്മൾ കാണാറുണ്ട്, പോസ്റ്റുകൾ കാണാറുണ്ട്. നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന, മക്കളില്ലാത്തവർക്ക് പ്രയാസം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ. ഒരിക്കലുമല്ല, നിങ്ങളുടെ ഒരു കഴിവ് കൊണ്ടല്ല നിങ്ങൾക്ക് മക്കൾ ലഭിച്ചത്. എത്രയോ ആളുകൾ സമ്പന്നരായിട്ട് മക്കളില്ലാത്ത ആളുകളുണ്ട്, എത്രയോ ആളുകളുണ്ട്. അതുപോലെ ഭാര്യയില്ലാതെ, കുട്ടികളില്ലാതെ, നല്ല കുടുംബമില്ലാതെ, അനാഥരായി, യതീമായി അനാഥ മന്ദിരങ്ങളിൽ, അഗതി മന്ദിരങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് നമുക്ക് പെരുമ നടിക്കാൻ കഴിയില്ല. കാരണം അതേപോലെ ഈ അടുത്ത കാലത്ത് ഒരുപാട് ആൺമക്കളുള്ള ഒരു സ്ത്രീ, അവർ പറയുമായിരുന്നു, എൻ്റെ ആൺമക്കളെ കൊണ്ട് പെരുമ നടിക്കുമായിരുന്നു. പക്ഷേ അവസാന കാലത്ത് നമ്മൾ പിന്നീട് അവരെ കാണുന്നത്, അവരുടെ ചരിത്രം പിന്നീട് നമ്മൾ അവരെ കാണുന്നത് ആ മക്കളെ കൊണ്ട് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടാണ്. ചില ആളുകൾ അങ്ങനെ ഒരു 5-6 ആൺമക്കളൊക്കെ ഉണ്ടാകുമ്പോൾ, ഞങ്ങൾക്ക് 5-6 ആൺമക്കളുണ്ട്, ഞങ്ങൾക്ക് പേടിക്കാനില്ല, ഞങ്ങൾക്ക് 3 ആണാണ്, 3 പെണ്ണാണ്, ഞങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. അങ്ങനെയല്ല, അത് അവരെ കൊണ്ട് തന്നെ നമുക്കൊരു പരീക്ഷണമായിട്ട് വരാം, ഒരു ബുദ്ധിമുട്ടായിട്ട്, പ്രയാസമായിട്ട് വരാം. പലപ്പോഴും നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ പരസ്പരം വധിക്കുന്ന അവസ്ഥ, പരസ്പരം കൊല്ലുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒളിച്ചോടുന്ന അവസ്ഥ, മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പല അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. മനസ്സിലാക്കാൻ ഇതിനൊക്കെ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും നമ്മൾ തയ്യാറാകണം. അതേപോലെ സമ്പത്ത് കൊണ്ട് പെരുമ നടിക്കും, സൗന്ദര്യം കൊണ്ട് പെരുമ നടിക്കും, മക്കളെ കൊണ്ട് പെരുമ നടിക്കും. അതുപോലെ അധികാരം കൊണ്ട് പെരുമ നടിക്കുന്ന ആളുകൾ, ഭയങ്കര അധികാരം, ചെറിയ എന്തെങ്കിലും പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പള്ളി കമ്മിറ്റിയോ അല്ലെങ്കിൽ ചെറിയൊരാളാകുമ്പോഴേക്കും ഞാൻ വലിയ ആളാണ് എന്ന രീതിയിലുള്ളൊരു സംസാരം. പലപ്പോഴും എത്ര രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് നമ്മൾ കാണുന്നത്, അവരെത്ര അധികാരത്തിലുണ്ടായിരുന്നു, എത്ര BJPൻ്റെ വലിയ ആളാണ് എന്ന് പറഞ്ഞവർ, അതിൻ്റെ വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞവർ പിന്നെ സ്റ്റേജിൽ പോലും കയറ്റാത്ത അവസ്ഥ നമ്മളെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. VS അച്യുതാനന്ദൻ്റെ ഒക്കെ പിന്നീടുള്ള അവസ്ഥകൾ എന്താണ്? അദ്ദേഹത്തെ എത്രമാത്രമാണ് ചർച്ച ചെയ്യപ്പെട്ട മാധ്യമങ്ങളിൽ?
അത് എത്ര വലിയ നേതാവാണെങ്കിലും പിന്നീട് നമ്മളത് കാണുന്നുണ്ട് പലപ്പോഴും പല ചാനലുകളിലൂടെയും പല ചർച്ചകളിലൂടെയും പല വാർത്തകളിലൂടെയും നമ്മൾ അറിയുന്നുണ്ട്. എത്ര പെരുമ നടിച്ചാൽ അധികാരം വെച്ചുകൊണ്ട് എന്ത് കളി കളിച്ചാലും പിന്നീട് കാണുമ്പോൾ അവന് അധികാരമില്ലാത്ത ആ സ്വന്തം പാർട്ടിക്ക് പോലും അവന് വേണ്ടാത്ത അവസ്ഥ നമുക്ക് കണ്ടുവരുന്നു. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന പാഠം എന്താണ്? അങ്ങനെ ഓരോന്നും പാഠം ഒരാളെ കുറ്റമായി പറയുകയല്ല, മറിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാക്കണം. ഇതൊക്കെ നമുക്ക് പെരുമാറിക്കേണ്ട സൗന്ദര്യമോ സമ്പത്തോ മക്കളോ അധികാരമോ. ചില ആളുകൾ വലിയ വീടും വലിയ വാഹനമൊക്കെ എടുത്തിട്ടാകുമ്പോൾ തൻ്റെ സ്വന്തം അയൽപക്കത്തുള്ള ആളുകളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോകാറുണ്ട്. തൻ്റെ അയൽപക്കത്തുള്ള ആളുകൾ അവരില്ല ഈ പിന്നെ ബാഡ് ഫെലോസ് പോരപ്പം അത്ര പോലെ. അപ്പോൾ യോനെന്താ, യോൻ കുറച്ച് സമ്പത്തുള്ളവനായി, യോൻ കുറച്ച് സ്ഥലം എടുത്ത്, കുറച്ച് വണ്ടി എടുത്ത്, വലിയ വീട് കെട്ടി, വണ്ടി എടുത്ത്, അപ്പുറം ഇപ്പുറം സ്ഥലമെല്ലാം എടുത്ത് കൂട്ടി, അപ്പോൾ ഭയങ്കര ഒരാളായി. അങ്ങനെയല്ല, ആ സമ്പത്ത് നഷ്ടപ്പെടാം. നമുക്കൊരു നല്ലൊരു അസുഖം വന്നാൽ തീർന്നു. നല്ല അസുഖം എന്ന് പറഞ്ഞാൽ പനിയും ജലദോഷമല്ല, മറിച്ച് കാര്യമായൊരു അസുഖം വന്നാൽ നമ്മളുടെ എല്ലാ സമ്പത്ത് വിറ്റ് കുറയ്ക്കാലും തേയില്ല. അതുപോലെ എത്ര സമ്പത്തുണ്ടെങ്കിലും ചിലപ്പോൾ ചില അസുഖത്തിന് ചികിത്സയില്ലാതെയും വരാറുണ്ട്. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ നമുക്ക് സാധിക്കട്ടെ.